ഗരുഡവ്യൂഹം നിയന്ത്രിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ക്രിസ് വേണുഗോപാൽ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ അധ്യായം? കഴിഞ്ഞ അധ്യായത്തിൽ ഗരുഡവ്യൂഹം കുറച്ചൊന്ന് ചുറ്റിക്കറക്കി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ ഊർജ്ജസ്വലമായ ഒരു സംവാദം തന്നെയായിരുന്നു. ഇന്നും അതുപോലെ തന്നെ രസകരമായ തീവാറുന്ന സംവാദം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. ഗരുഡവ്യൂഹത്തിലേക്ക് ആദ്യത്തെ ടീമിനെ സ്വാഗതം ചെയ്യാം. KHS പാലക്കാട്. പരിചയപ്പെടുത്താമോ? പേര് പറയാമോ? എൻ്റെ പേര് നവദീപ് കൃഷ്ണൻ SR. ഞാൻ 8ാം ക്ലാസ്സിൽ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടരയിൽ പഠിക്കുന്നു. എൻ്റെ പേര് ശ്രീനാഥ് KC. ഞാൻ 8ാം ക്ലാസ്സിൽ KHSS തോട്ടരയിൽ പഠിക്കുന്നു. ഗരുഡവ്യൂഹത്തിലെ അടുത്ത ടീമിനെ സ്വാഗതം ചെയ്യാം. ഭാരതീയ വിദ്യാഭവൻസ് വിദ്യാമന്ദിർ കൊടുങ്ങല്ലൂർ. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് മീനാക്ഷി. ഞാൻ 7th പഠിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് വസുധ വി സാഗർ. ഞാൻ 9th പഠിക്കുന്നു. ഓക്കെ. രണ്ട് ടീമുകളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി മഹാഭാരതത്തിലെ ചില വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സംവാദ മത്സരമാണ് നടക്കുന്നത്. അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നു. ഗരുഡവ്യൂഹം. ഇന്നത്തെ സംവാദം രസകരമാക്കാൻ വേണ്ടി വളരെ ഒരു വിശേഷമായ ഒരു വിഷയം തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മഹാഭാരതത്തിൻ്റെ വിഷയം ധർമ്മമാണ് എന്ന് വാദിക്കുന്നത് KHSS പാലക്കാട്, ഭാരതീയ വിദ്യാഭവൻസ് വിദ്യാമന്ദിർ ഇന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ വിഷയം അധർമ്മമാണെന്നാണ്. അപ്പോൾ നമുക്ക് സംവാദം തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് മഹാഭാരതത്തിലുടനീളം നമുക്ക് ധർമ്മം കാണാൻ സാധിക്കും. കൗരവന്മാർ അധർമ്മത്തിലൂടെ കീഴടക്കിയ രാജ്യം ധർമ്മത്തിലൂടെ പാണ്ഡവന്മാർ നേടിയെടുക്കുന്നതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഒരു ചെറിയൊരു ആശയം. പാഞ്ചാലിയുടെ ചിരിയാണ് നമുക്ക് ഈ മഹാഭാരത യുദ്ധം വരെ കാരണമെന്ന് പറയാറുണ്ട്. ഈ യുദ്ധം കാരണം ഈ ചിരി കാരണം നമുക്ക് യുദ്ധത്തിൽ അധർമ്മത്തെ നിരാകരിക്കാൻ കഴിഞ്ഞു. ധർമ്മം സംസ്ഥാപിക്കാൻ അതിലൂടെ പാണ്ഡവന്മാർക്ക് കഴിഞ്ഞു. മഹാഭാരത യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് അധർമ്മത്തിലൂടെയാണ്. ചെറിയ ചെറിയ അധർമ്മങ്ങൾ വലിയൊരു ധർമ്മത്തിലേക്കാണ് വഴി കൊണ്ട് എത്തിക്കുന്നത്. അതായത് ഭീഷ്മരെ ധർമ്മം മാത്രം കൈപിടിക്കുന്ന ഒരാളാണെങ്കിലും നിർഭാഗ്യവശാൽ അധർമ്മത്തിൻ്റെ വഴിയിലാണ് ഭീഷ്മർക്ക് നിൽക്കേണ്ടി വന്നത്. അതിനാലാണ് അദ്ദേഹം ഭീഷ്മർ മരിക്കുമ്പോൾ ധർമ്മമാണ് അവിടെ ജയിക്കുന്നത് പാണ്ഡവന്മാർ. അധർമ്മം എത്രയായാലും അധർമ്മം തന്നെയാണ്. അല്പമായാലും വിഷം തന്നെയല്ലേ? ആണെങ്കിലും പക്ഷെ ദുര്യോധനാദികൾ മരിച്ചാൽ ലോകത്തിന് തന്നെ ധർമ്മമാണ് ഉണ്ടാകുന്നത്. പാണ്ഡവന്മാരാണ് അധികാരത്തിലേറുന്നത്. പാണ്ഡവന്മാർ ദുര്യോധനെ വധിക്കുന്നതും അധർമ്മത്തിലൂടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഒരു അധർമ്മം ചെയ്യുന്നതിൽ ഒരു തെറ്റും നമുക്ക് കാണാൻ പറ്റും. ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അധർമ്മം കാഴ്ചവെക്കുന്നത് തന്നെ അധർമ്മമല്ലേ? അധർമ്മം എങ്ങനെയായാലും അധർമ്മം തന്നെയാണ്. അധർമ്മത്തിന് ഒരു മാറ്റവും വരുന്നില്ല എന്തിനു വേണ്ടിയായാലും. പക്ഷേ അവിടെ ധർമ്മമാണ് നമുക്ക് എപ്പോഴും ജയിക്കേണ്ട ഒരു ഘടകം. അധർമ്മം ജയിച്ചാൽ ഞാൻ ഇടപെടുകയാണ്. എന്തായാലും വിഷയത്തിൽ കൂടുതൽ വസ്തുതകൾ വരണമെന്ന് തന്നെ ഞാൻ എടുത്തു പറയും. ഒരേ ഒരു പോയിന്റ് തന്നെ നമ്മൾ വീണ്ടും പറയുന്നതിൽ നിന്നും മാറിയിട്ട് വസ്തുതകളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്ക് തുടരാം. മഹാഭാരതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഉൾപ്പെടുന്ന ഈ മഹാഭാരത അധർമ്മമാണെന്ന് പറയാൻ തന്നെ ഒരു ഇതല്ലേ. മഹാഭാരതത്തിൻ്റെ ഏകദേശം എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത അധർമ്മമാണ്. അതായത് ഈ ഭഗവത്ഗീത ധർമ്മമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് അധർമ്മമാണെന്ന് തോന്നുന്നുണ്ടോ? മഹാഭാരതത്തിൽ പാണ്ഡവ പക്ഷത്തിലുള്ള ആൾക്കാർ എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും തോൽപ്പിക്കുന്നത് അധർമ്മത്തിലൂടെ. അത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. അടുത്ത വസ്തുതയിലേക്ക് കിടക്കാം. ഇപ്പോൾ തന്നെ മാനസ ഗുരുവായി ആരാധിച്ച ഏകലവ്യൻ്റെ പെരുവിരൽ ദക്ഷിണയായി മേടിച്ച ദ്രോണാചാര്യർ ആചാര്യ കുലത്തിന് തന്നെ അപമാനമാണ്. അങ്ങനെ ഒരു ഗുരുവിനെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ? അർജുനൻ ഇത്രയും കാലം അർജുനൻ പ്രധാനപ്പെട്ട ശിഷ്യനാണ് എന്നാണ് ദ്രോണരും അർജുനൻ്റെ അടുത്ത് പറഞ്ഞത്.
പക്ഷേ ഈ അർജുനേക്കാൾ വലിയൊരു വില്ലാളി വീരനുണ്ട് ഈ ലോകത്തിലെന്ന് അർജുനന് മനസ്സിലായപ്പോൾ അർജുനന് ഒരു ഗുരുവിൽ എങ്ങനെ നമ്മുടെ ധർമ്മം അർപ്പിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഏകലവ്യൻ്റെ പെരുവിരൽ മുറിച്ച് ഗുരുദക്ഷിണയായി നൽകാൻ വേണ്ടി പറഞ്ഞത്. അർജുനനോടുള്ള കൂടുതൽ ഉള്ള ഇഷ്ടം കൊണ്ടാണ് ദ്രോണാചാര്യൻ അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, പിന്നെ അർജുനൻ്റെ ഈ അഹങ്കാരം എപ്പോഴും ഞാനൊരു വില്ലാളി വീരനാണ്, എല്ലാം അറിഞ്ഞവനാണ് ഒരു വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിചാരത്തെ മാറ്റുവാൻ വേണ്ടി മാത്രമാണ് ഏകലവ്യൻ്റെ പെരുവിൽ ദക്ഷിണയായി ചോദിച്ചത്. ഏകലവ്യന്റെ പെരുവിരൽ ദക്ഷിണയായി ചോദിച്ചാൽ ഏകലവ്യന് ഒരിക്കലും ഞാൻ ഇവിടെ ഇടപെടുന്നു. ഏകലവ്യന്റെ വിഷയം മാറ്റി വെച്ച അടുത്ത വസ്തുതയിലേക്ക് കിടക്കാം. ഓക്കെ, 15 സെക്കൻഡ് ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? 10 സെക്കൻഡ്. ഓക്കെ.